ദേഷ്യം വന്നാലുണ്ടല്ലോ. അപ്പൊ ദേഷ്യം വന്നിട്ടില്ലേ? ആരോടാ സൂത്രൻ ദേഷ്യപ്പെടുന്നത്? പാത്രത്തിനോടാണെന്ന് തോന്നുന്നു. 2 ദിവസമായിട്ട് സൂത്രന് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്. എവിടെയെങ്കിലും വീണോ? മിനിഞ്ഞാന്ന് ഒന്ന് വീണു. തലയിടിച്ചാ വീണത്. സംഗതി അത് തന്നെ. തലയടിച്ച് വീണാൽ ഈ പ്രശ്നം കണ്ടുവരാറുണ്ട്. സൂത്രന്റെ പ്രശ്നം ഞാനിപ്പോ കണ്ടുവരുന്ന വഴിയാ. ഇതിനൊക്കെ മരുന്നിനേക്കാൾ നല്ലത് ഉപദേശമാ. ഉപദേശിച്ച് മുൻകോപം മാറ്റാൻ പറ്റിയ ഒരാളുണ്ട്. ആരാ? ഞാൻ തന്നെ. ശരിയാ അപ്പൂപ്പ, തൊട്ടതിനെല്ലാം എനിക്കിപ്പോ ദേഷ്യം വരുന്നുണ്ട്. ആരും തൊട്ടില്ലെങ്കിലും സൂത്രന് ദേഷ്യം വരും. എല്ലാം ഞാൻ ഉപദേശിച്ചു മാറ്റിത്തരാം. 7 ദിവസമാണ് ഉപദേശം. ഓരോ ദിവസവും ഓരോ മേലിനെ വെച്ച് തന്നാ മതി. ശരി, ഇന്നത്തെ ഉപദേശം തുടങ്ങാം. ഈ മുൻകോപം എന്ന് പറയുന്നത് ഒരു ഓട്ടക്കാരനാണ്. മുൻകോപം എപ്പോഴും ഓടി മുന്നിലെത്താൻ നോക്കും. അപ്പോൾ നമ്മൾ ഓടി അവനെ പിന്നിലാക്കണം. എത്ര ദൂരം ഓടേണ്ടി വരും? ഓ, ശരിക്കും ഓടണ്ട. ഓടി ഓടി മുൻകോപത്തിന്റെ മുന്നിലെത്തി എന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. അപ്പോൾ മുൻകോപം പിൻകോപമാകും. പിന്നിലായി പോയാൽ കോപം നാണിച്ച് സ്ഥലം വിട്ടോളും. അതുകൊണ്ട് മുൻകോപത്തെ തോൽപ്പിക്കാൻ മനസ്സിൽ ഓട്ട മത്സരം നടത്തുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ആയി. ഇന്നലെ പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ? ഇന്ന് 2ാമത്തെ ഉപദേശം തരാം. വേണ്ട അപ്പൂപ്പ, ഇന്നലത്തെ ഉപദേശം കൊണ്ട് ദേഷ്യമെല്ലാം മാറി. ഇപ്പോ സൂത്രന്റെ പിന്നിലാ കോപം. ശരിയാ, ഇപ്പൊ എനിക്ക് മുൻകോപമേ വരുന്നില്ല. നടന്നു വന്നതല്ലേ. വെള്ളം കുടിച്ചോളൂ അപ്പൂപ്പ. കൊണ്ടുപോടോ അവന്റെ ഒരു വെള്ളം. 7 ദിവസം മോയലിനെ തിന്നാമെന്ന് വിചാരിച്ചതാ. സൂത്രനും ഇരുട്ടുവും. ബബന്റെ ഫ്രണ്ടിന്റെ മോനാ പോത്തിൻകുട്ടി. ഇവനെ സന്തോഷിപ്പിച്ചാൽ ബബന് സന്തോഷ. അയ്യോ, എന്ത് പറ്റി മോനെ? കുറുക്കനും കടുവയും ഒക്കെ തക്കം കിട്ടിയാൽ പിടിച്ചു തിന്നുമെന്ന് അച്ഛൻ പറഞ്ഞു. പിടിച്ചാൽ മാത്രം പോരാ, കടിച്ചാലേ തിന്നാൻ പറ്റൂ. മിണ്ടാതിരിയടാ. അയ്യോ, കുഞ്ഞുങ്ങളല്ലേ, ഇങ്ങനെയൊക്കെ പറയാമോ? സത്യമാ, കടിച്ചാലേ പറ്റൂ, അല്ലെങ്കിൽ തൊണ്ടയിൽ കുടുങ്ങും. അതല്ലടോ, ഇവനെ പേടിപ്പിക്കരുത്. റിസ്കാ. മാത്രമല്ല നമുക്കിപ്പോൾ വിശപ്പുമില്ലല്ലോ. മോനെ, വിശപ്പുള്ളപ്പോ കടിച്ചു തിന്നാം കേട്ടോ. പോയിട്ട് പിന്നെ വാ. അയ്യോ മോനെ, ഈ ചേട്ടൻ പറയുന്നത് കേൾക്കണ്ട. ഞങ്ങൾ തിന്നാനൊന്നും പോകുന്നില്ല. തിന്നാൻ വരുന്നവരെ ചവിട്ടി മെതിച്ചോളാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, അതൊക്കെ മോന്റെ ഇഷ്ടം. ഇപ്പോൾ പേടി മാറിയില്ലേ? ഇല്ല, എനിക്ക് ഒറ്റയ്ക്ക് നടക്കാനും പേടിയാ. ഓ, ഇത് പൊല്ലാപ്പാവുന്ന ലക്ഷണമാ. സൂത്രമുണ്ട്. അതിനെന്താ, മോന്റെ നിഴലിനെ ചങ്ങാതിയാക്കിക്കോ. നിഴൽ എപ്പോഴും കൂടെ ഉണ്ടല്ലോ. എന്നിട്ട് ഈ ചങ്ങാതിക്കൊരു നല്ല പേരും കൊടുത്തോ. അത് കൊള്ളാം. സൂത്രൻ എന്ന് കൊടുത്തോ. സൂപ്പർ പേരാ. അത് വേണ്ട. ആഹാ, ഇരുട്ടു എന്ന് പേരിട്ടോ. ഇരുട്ടു, ഇരുട്ടു മോനെ. ഇനി മോൻ പോയിക്കോ, എന്റെ ഗുഹ എത്തി. ഇരുട്ടു, ഇതാണ് കുറുക്കൻ ചേട്ടന്റെ ഗുഹ. ഇരുട്ടുമോൻ വാ, നമുക്ക് ഈ ചേട്ടന്റെ ഗുഹയൊന്ന് കണ്ടിട്ട് പോകാം. ശല്യം ഒഴിഞ്ഞു പോകുന്നില്ലല്ലോ. അത് ഇരുട്ടായത് കൊണ്ടാ. ആഹാ, ഇരുട്ടുവാണെങ്കിൽ ചേട്ടൻ തിന്നുമോ? ഇത്തരക്കാരെ ചവിട്ടി മേടിക്കാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അമ്മോ, അയ്യോ, അയ്യോ, അമ്മോ, എന്റെ നടുവേ. ഇരുട്ടു, നീ പുറത്ത് നിൽപ്പുണ്ടായിരുന്നോ? വെറുതെ ആ ചേട്ടനെ ചവിട്ടി മെതിച്ചു.